കെ സുധാകരൻ്റെ ഈ പരിഭവം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കുറേ കാര്യങ്ങൾ ഇത് സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസങ്ങളിൽ ഈ നേതൃമാറ്റ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ചർച്ചയായ ഒരു വിഷയമാണ്. അദ്ദേഹത്തെ മാറ്റുന്നത് ശരിയാണോ, അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളതെല്ലാം. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് പോലും തനിക്ക് സപ്പോർട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച കെ സുധാകരൻ പെട്ടെന്ന് തന്നെ മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം അറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണം. അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ പാർട്ടിക്കെതിരെ ഒന്നും പറയുന്നില്ല എന്ന്. എന്നാൽ ശരിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ മുഴുവൻ വരുന്നുണ്ട്. ഈ സങ്കടങ്ങളെല്ലാം തന്നെ പുനഃസംഘടന നടക്കുന്ന സമയത്തെല്ലാം അർഹമായിട്ടുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണോ, അതല്ല ഇനിയും പാർട്ടിയുമായിട്ടുള്ള ഒരു സഹകരണം അദ്ദേഹം കുറയ്ക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ അഭിമുഖം അവസാനിക്കുന്ന സമയത്ത് മാർഷൽ ഒരു മെസ്സേജ് വരുന്നു AICCയിൽ നിന്ന്. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത് കെ സുധാകരനായിരിക്കും എന്ന് AICC തീരുമാനിച്ച ഒരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അപ്പോൾ അദ്ദേഹം അതിന് പറയുന്ന മറുപടി, അങ്ങനെയാണെങ്കിൽ എന്നെ എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ച് മാറ്റിയത്, ആ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിട്ട് മാറ്റിയാൽ പോരായിരുന്നു എന്നാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം മാർഷൽ പറഞ്ഞതുപോലെ പരിഭവമുണ്ട്, വിഷമമുണ്ട്, ഒരു പരിധിവരെ പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന സങ്കടങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതൊന്നും ഏതെങ്കിലും ഒരു പദവി കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ബാർഗെയിൻ ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ ഫൈറ്റ് നടത്താമായിരുന്നു, ഗ്രൂപ്പ് ഉണ്ടാക്കാമായിരുന്നു, അദ്ദേഹത്തിൻ്റെ സംഘടനാബലവും ആൾബലവും ഒക്കെ വർദ്ധിപ്പിക്കാമായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാമായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് വലിയ ഓഡിയൻസ് ഉണ്ട്, വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. അത്തരത്തിൽ അതിന് വലിയ മൈലേജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കുറേ കൂടി മറ്റുള്ളവരൊക്കെ പരിഗണിച്ചുകൊണ്ടൊക്കെ തന്നെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ മാറ്റിയപ്പോൾ അത് അത്ര വേണ്ട രീതിയിലായിരുന്നില്ല, അതിൻ്റെ ഫോർമാലിറ്റി പോലും നടന്നില്ല എന്ന ഒരു പരാതി ദേശീയ നേതൃത്വത്തിന് വ്യാപകമായ രീതിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് 25 പേരിൽ നിന്ന് അഭിപ്രായം എടുത്തതിന് ശേഷം എന്നെ മാറ്റി എന്നാണ് തനിക്ക് കിട്ടിയ വിവരം. പക്ഷേ ആ 25 പേർ ആരാണ് എന്ന് അവരാരും തന്നെ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ കേരളത്തിൽ നിന്ന് തനിക്കെതിരെ 25 പേർ അത്രയും നിർണായകമായ വിവരങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാരില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കെ സുധാകരൻ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ പൊടുന്നനെ മാറ്റും എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ AICCയുമായി ചർച്ച നടത്തി വന്നതിന് ശേഷം, പ്രത്യേകിച്ചും പേരെടുത്ത് പറയുകയാണെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തോട് മാറ്റില്ല എന്ന സൂചന തന്നെയാണ് നൽകിയത്. പക്ഷേ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു പേര് KC വേണുഗോപാലിൻ്റെതാണ്. അദ്ദേഹം എന്നോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല, കണ്ടാൽ ഇങ്ങനെ മിണ്ടും, ചർച്ചകളൊന്നുമില്ല, അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമല്ല എന്ന വാക്കുകൂടി അദ്ദേഹം പറയുന്നുണ്ട്.